Hello, welcome back. Question number 12. In the given figure, two concentric circles of radius 5 cm and 3 cm have their center O. ഇവിടെ ഒരു ഔട്ടർ സർക്കിളും ഉണ്ട്, ഒരു ഇന്നർ സർക്കിളും ഉണ്ട്. ഇതിൽ ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ്, ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് 3 ആണ്. OAB is a sector of outer circle making an angle of 60 degree. OAB ഔട്ടർ സർക്കിളിൻ്റെ സെക്ടർ ആണ്. OAB ഔട്ടർ സർക്കിളിൻ്റെ സെക്ടറാണ്. 60 ഡിഗ്രി സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളുണ്ട്. while OCD is a sector of smaller circle. OCD is a sector of smaller circle. ഇത് സ്മോളർ സർക്കിളിൻ്റെ സെക്ടറാണ്. ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ 11 ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏരിയാസ് ഓഫ് ദ സെക്ടർ ഓഫ് സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. θ/360 ഇൻറ്റു πr². ഈ πr² എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻറ്റു θ/360 ചെയ്താൽ ഈ സെക്ടറിൻ്റെ ഏരിയ കിട്ടും. സർക്കിളിൽ ഉള്ള ഒരു സെക്ടറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ πr²നെ θ/360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ തീറ്റ ഈ സബ്റ്റൻഡഡ് ആംഗിളാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോൺസെൻട്രിക് സർക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺസെൻട്രിക് സർക്കിളിൻ്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോൺസെൻട്രിക് സർക്കിൾ, ഈ ഔട്ടർ സർക്കിൾ ക്യാപിറ്റൽ ആറും റേഡിയസ്, ഇന്നർ സർക്കിൾ സ്മോൾ ആറും റേഡിയസ് ആണെങ്കിൽ ഈ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടിട്ട് ചെറിയ സർക്കിളിൻ്റെ റേഡിയസും കണ്ടിട്ട് അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയയിലെ ഷെയ്ഡഡ് പോർഷനിലെ ഏരിയ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പൈ ക്യാപിറ്റൽ R² മൈനസ് പൈ സ്മോൾ r² വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യും. ഈ ക്യാപിറ്റൽ ആറും വലിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കും, എന്നിട്ട് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കും, അത് തമ്മിൽ മൈനസ് ചെയ്യും. അതേപോലെ ഇവിടെ സെക്ടർ വരുമ്പോൾ സെക്ടറിൻ്റെ വലിയ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ചെറിയ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സെക്ടറിൻ്റെ റേഡിയസിനെ നമ്മൾ ക്യാപിറ്റൽ R എന്നും സ്മോൾ സെക്ടറിൻ്റെ റേഡിയസിനെ നമ്മൾ സ്മോൾ r എന്നും എടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ θ/360 ഇൻറ്റു πr² മൈനസ് θ/360 ഇൻറ്റു πr². അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. ഈ വലിയ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്നും ഈ ചെറിയ സെക്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ θ/360 ഇത് ഇത്രയും കോമൺ ആണ്. ഈ ക്യാപിറ്റൽ R² സ്മോൾ r² മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് θ/360 ഇൻറ്റു പൈയെ നമ്മൾ പുറത്തോട്ടെടുത്തു. അപ്പോൾ θ/360 ഇൻറ്റു ഈ ക്യാപിറ്റൽ R² മൈനസ് സ്മോൾ r². ബാക്കിയുള്ളത് ഇവിടെ ക്യാപിറ്റൽ R ഉണ്ട്, ഇവിടെ സ്മോൾ r ഉണ്ട്. അപ്പോൾ നമ്മളിനി വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ θ/360. ഈ പൈക്ക് നമ്മൾ വാല്യൂ ഇടണ്ട, കാരണം ആൻസറിലെല്ലാം പൈയുടെ ഫോമിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പൈ ആയിട്ട് തന്നെ നമ്മൾ എഴുതി. ഇനി r² മൈനസ് r², 25 മൈനസ് r² എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ മൈനസ് 3യുടെ സ്ക്വയർ, 25 മൈനസ് 9, 25 മൈനസ് 9 16. അപ്പോൾ ഈ സീറോയും കൂടെ പോയി 6ഉം 36ഉം കൂടെ 6, 1/6, 25 മൈനസ് 9 16. അപ്പോൾ ഈ 6ഉം ഈ 16ഉം കൂടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 3, ഇവിടെ 8π/3 എന്ന് കിട്ടി. ഓപ്ഷൻ നമ്പർ ബി ആണ് ആൻസർ. ഇത് നമുക്ക് വൺ വേഡിലൊക്കെ വരുവാണെങ്കിൽ ഇത്രയും നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട. നമ്മൾ വൺ വേഡി വരുവാണെങ്കിൽ ആദ്യം r² മൈനസ് r² കാണുക. ഈ ക്വസ്റ്റ്യൻ നോക്കി തന്നെ ചെയ്യാം. r² മൈനസ് r² എന്ന് പറഞ്ഞാൽ 5² മൈനസ് 3². 5² എന്ന് പറഞ്ഞാൽ 25 മൈനസ് 3² എന്ന് പറഞ്ഞാൽ 9². അപ്പോൾ 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 കിട്ടി. അപ്പോൾ 16π നമുക്ക് കിട്ടി. r² മൈനസ് പൈ ഇൻറ്റു r² മൈനസ് r² അതും ചെയ്യുക. മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും, കാരണം r² മൈനസ് r²
ഇതിൻ്റെ രണ്ടിനെയും സ്ക്വയർ എടുത്ത് മൈനസ് ചെയ്തിട്ട് പൈ കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ 16 പൈ എന്ന് വന്നു. എന്നിട്ട് തീറ്റ ബൈ 360 വേറെ കാണുക. തീറ്റ 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. തീറ്റ ബൈ 360 എന്ന് പറയുമ്പോൾ 60 ബൈ 360, അപ്പോൾ 1/6 എന്ന് വന്നു. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1/6 ഇൻറ്റു 16 പൈ ചെയ്യുക. അപ്പോൾ 6ഉം ഈ 16ഉം കൂടെ പോയി. ഇവിടെ 6ൽ 3, ഇവിടെ 16, 8. അപ്പോൾ 8π/3 എന്ന് കിട്ടി. ഇങ്ങനെ നമ്മൾ വൺ വേർഡ് വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ആർ സ്ക്വയറും മൈനസ് ചെയ്യുക. ആറിൻ്റെ സ്ക്വയർ 6 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25, മൈനസ് 3യുടെ സ്ക്വയർ 9. അപ്പോൾ 25 മൈനസ് 9 16 എന്ന് കിട്ടി. അതിന് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 16 പൈ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് തീറ്റ ബൈ 360 കാണുക. 60/360 എന്ന് പറഞ്ഞാൽ 1/6 എന്ന് വരും. അപ്പോൾ 1/6 ഇൻറ്റു 16 പൈ എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8/3 എന്ന് കിട്ടും. അപ്പോൾ 8π/3 ഓപ്ഷൻ നമ്പർ ബി. അങ്ങനെ ചെയ്താൽ മതി വൺ വേർഡിൽ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ.